കായികക്ഷമത വളരുമ്പോഴാണ് സമൂഹം വളരുന്നത് എന്നും അതിനാൽ മൈതാനം ആഡംബരമല്ല അത്യാവശ്യമാണ് എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് അയിലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു കൂട്ടം യുവാക്കൾ പ്രതിഷേധിച്ചു. അധികാരികളെ കണ്ണു തുറക്കൂ, യുവാക്കൾക്ക് ഒരു ഗ്രൗണ്ട്, കളിക്കളം എവിടെ, കളിക്കളം എവിടെ പറയൂ നിങ്ങൾ. 100ഓളം യുവാക്കളുടെ ഫോട്ടോ അടിച്ച ഫ്ലക്സ് ബോർഡ് പഞ്ചായത്തിന് മുന്നിൽ സ്ഥാപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. മാറി മാറി വന്ന ഭരണസമിതികൾ കായിക താരങ്ങളെയും യുവാക്കളെയും അവഗണിച്ചാണ് മുന്നോട്ടു പോയത്. ഇനിയും ഇത്തരം പ്രവണത തുടർന്നാൽ അധികാരികളുടെ കണ്ണു തുറക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് യുവാക്കൾ പറഞ്ഞു. മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമകളായി ഒട്ടനവധി യുവാക്കൾ കടന്നു പോകുമ്പോൾ ആ നാട്ടിലെ സായാഹ്ന സമയങ്ങളിൽ അവർക്കൊന്ന് കളിക്കാൻ, അവർക്ക് സ്പോർട്സിലേക്ക് അവരെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം നമ്മളിവിടെ സമർപ്പിച്ചത്. ഇത് അയിലൂർ പഞ്ചായത്തിൽ മാറി മാറി വന്നിട്ടുള്ള പല വിഭാഗത്തിൽപ്പെടുന്ന UDF-ലായിക്കോട്ടെ LDF-ലായിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള ആളുകൾ മാറി മാറി ഭരിച്ചു. ഒരിക്കൽ പോലും ഒരു ഗ്രൗണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഈ നാട്ടിലെ കായിക താരങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ ഈ ആളുകൾക്കാർക്കും സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ കൃത്യമായി ഓരോ പ്രദേശങ്ങളിൽ നിന്നും ഉള്ള ആളുകൾക്ക് വേണ്ടി പൊതുവായ ഒരു കളിസ്ഥലം എന്നുള്ള ആവശ്യം ഉറച്ച തീരുമാനത്തോടുകൂടി ആരാണോ ഞങ്ങൾക്ക് ഗ്രൗണ്ട് തരുന്നത് അവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞങ്ങൾ ഈ പ്രതിഷേധ പ്രകടനവുമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങൾ ഇന്ന രാഷ്ട്രീയക്കാരല്ല. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന പല ആളുകളും പല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളോട് ചിന്താധാരയുള്ള ആളുകളാണ്. ഈ ആളുകൾക്ക് എല്ലാവർക്കും ഒറ്റ ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് കളിക്കണം. അത് CPM-ൻ്റെ ആൾക്കാരുടെ മക്കളായാലും ശരി, കോൺഗ്രസ്സുകാരുടെ മക്കളായാലും ശരി, BJP-ക്കാരുടെ മക്കളായാലും ശരി, ഈ നാടിൻ്റെ മുഴുവൻ യുവാക്കൾക്ക് വേണ്ടിയും ഈ നാടിലെ മുഴുവൻ കായിക താരങ്ങൾക്ക് വേണ്ടിയുമാണ് നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ ആവശ്യമായി ഉന്നയിച്ചും നമ്മൾ മുന്നോട്ട് വരുന്നത്. വിനീത് കരിമ്പാറ, സിറാജ്, വിപിൻ, ബിജു, സബീൽ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.